നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളോളം ബദ്ധശത്രുക്കളായിരുന്നു പാകിസ്ഥാനും ബംഗ്ലാദേശും. എന്നാൽ അടുത്ത കാലത്ത് പാകിസ്ഥാൻ ബംഗ്ലാദേശിലേക്ക് മെല്ലെ നുഴഞ്ഞു കയറി. ISI നേരെ ധാക്കയിലെത്തി ബംഗ്ലാദേശ് സൈന്യത്തെ വരെ നിയന്ത്രിക്കാൻ തുടങ്ങി. പാകിസ്ഥാൻ്റെ സഹായത്തോടെ ഇന്ത്യക്കെതിരെ നേർക്കുനേർ നിൽക്കാമെന്ന ധാരണ പൊതുവെ മുഹമ്മദ് യൂനുസ് ഭരണകൂടത്തിന്. ഇതിനിടയിൽ ബംഗ്ലാദേശ് കരസേനാ മേധാവി മാത്രം വ്യക്തമായ ചില ചിന്താഗതികൾ വെച്ചു പുലർത്തി. പൊതുവെ ബംഗ്ലാദേശ് കരസേനാ മേധാവി വഖാർ ഉസ്മാൻ ഇന്ത്യയുടെ ഒരു മനോഭാവം സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. ഇന്ത്യയെ പിണക്കുന്നത് ബംഗ്ലാദേശിന് അപകടകരമാണ് എന്ന് പലപ്പോഴും ഭരണകൂടത്തെ അദ്ദേഹം ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ച് വഖാർ ഉസ്മാൻ പാകിസ്ഥാൻ്റെ ശത്രുവായി മാറി. വഖാർ ഉസ്മാനെ കരസേനാ മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം തങ്ങൾക്ക് അഭിമിതനായ ഒരാളെ അവിടെ പ്രതിഷ്ഠിക്കാനുള്ള കുറേ വേലത്തരങ്ങളാണ് ഇക്കഴിഞ്ഞ കാലയളവിൽ പാകിസ്ഥാൻ ചെയ്തു കൂട്ടിയത്. വഖാർ ഉസ്മാനെ അട്ടിമറിക്കാനുള്ള എല്ലാ നീക്കങ്ങളും അവർ വിജയിക്കുന്ന ഘട്ടത്തിലെത്തിയപ്പോൾ ഇന്ത്യ ഇതെല്ലാം മണത്തെറിഞ്ഞു. ഇന്ത്യയുടെ ശക്തമായി ഇടപെട്ടു. ഒടുവിലിത സൈനിക അട്ടിമറി തൂക്കിയെടുത്തെറിഞ്ഞിരിക്കുകയാണ് ഇന്ത്യ. വഖാർ ഉസ്മാനെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്തതായി കരുതപ്പെടുന്ന ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് ഫൈസൂർ റഹ്മാൻ ഇപ്പോൾ വീട്ടുതടങ്കലിലാണ് എന്ന വാർത്തകൾ പുറത്തുവരുന്നു. ഇയാളെ സൈനിക കോടതിയിൽ വിചാരണയ്ക്ക് ഹാജരാക്കും. ബംഗ്ലാദേശിലെ സൈനിക മേധാവിയെ അട്ടിമറിക്കുന്നതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും ഇതുവരെ ബംഗ്ലാദേശോ പാകിസ്ഥാനോ നടത്തിയിട്ടില്ല. ഇത് സംബന്ധിച്ച് യാതൊരുവിധ പ്രതികരണവും ഇന്ത്യയും നടത്തിയിട്ടില്ല. എന്നാൽ ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ ഇത് സംബന്ധിച്ച് വളരെ വിശദമായ വാർത്തകൾ നൽകുന്നു. ഇന്ത്യയിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ വാർത്ത ഇപ്പോൾ വൈറലാവുകയാണ്. വാർത്ത ഇന്ത്യൻ മാധ്യമങ്ങൾ കെട്ടിച്ചമച്ചതാണ് എന്നതാണ് ബംഗ്ലാദേശിൻ്റെ ഭാഗം. ഇന്ത്യൻ ചാരസംഘടനയായ എന്താണെന്ന് ഒരിക്കൽ കൂടി പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു സംഭവം. അതിനാടകീയവും നിർണായകവുമായ നീക്കങ്ങൾ ഇങ്ങനെയായിരുന്നു. 2024 ഓഗസ്റ്റ് 5 രാജ്യം വിടേണ്ടി വന്ന ഷെയ്ഖ് ഹസീനയോട് വളരെ അടുപ്പം പുലർത്തുന്ന കരസേനാ മേധാവിയാണ് വഖാർ ഉസ്മാൻ. ഷെയ്ഖ് ഹസീനയുടെ ബന്ധു കൂടിയാണ് വഖാർ ഉസ്മാൻ. തികഞ്ഞ മതനിരപേക്ഷവാദി. അതിലപ്പുറം സൈന്യത്തെ രാഷ്ട്രീയമുക്തമായി നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന കരുത്തനായ കരസേനാ മേധാവി. വഖാർ ഉസ്മാനെ ഇപ്പോഴത്തെ ഭരണകൂടത്തിനോ മുഹമ്മദ് യൂനുസിനോ ജമാഅത്ത് ഇസ്ലാമിക്കോ തീവ്ര ഇസ്ലാമിക സംഘടനകൾക്കോ ഒട്ടും സ്വീകാര്യമായിരുന്നില്ല. അധികാരം നഷ്ടപ്പെട്ട ഷെയ്ഖ് ഹസീനയെ ഒരു ഹെലികോപ്റ്ററിൽ കയറ്റി സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് അയച്ചതിന് പിന്നിലെ ബുദ്ധിയും വഖാർ ഉസ്മാൻ്റേതായിരുന്നു. കൂട്ടക്കൊലക്കേസിൽ വിചാരണ ചെയ്ത് പരസ്യമായി തൂക്കിക്കൊല്ലുകയായിരുന്നു പ്രക്ഷോഭകരുടെ ലക്ഷ്യം. അതിൽ നിന്ന് ഷെയ്ഖ് ഹസീനയെ വളരെ ബുദ്ധിപരമായി കരസേനാ മേധാവി രക്ഷപ്പെടുത്തി. അന്ന് തന്നെ പക ഉള്ളിലാളിയിരുന്നു പ്രക്ഷോഭകർക്കും ഇപ്പോഴത്തെ ഭരണകൂടത്തിനും. ഇടക്കാല സർക്കാർ അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ സർക്കാർ ബംഗ്ലാദേശിലെ സ്വാധീനിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പാകിസ്ഥാനിൽ നിന്ന് പലവട്ടം ഉന്നത ഉദ്യോഗസ്ഥർ ധാക്കയിലേക്ക് പറന്നു. മറുവശത്ത് ചില സൈനിക മേധാവികൾ നേരെ ഇസ്ലാമാബാദിലേക്ക് പോകുന്നതും നമ്മൾ ശ്രദ്ധിച്ചു. പൂർണ്ണമായും സൈന്യത്തെ അടക്കം ISIയുടെ നിയന്ത്രണത്തിലാക്കാനുള്ള ചില ശ്രമങ്ങൾ ഇതിനിടയിൽ ബംഗ്ലാദേശിൽ നടന്നു. എന്നാൽ ഇത്തരം സമ്മർദ്ദങ്ങളെ ശക്തമായി ചെറുക്കുകയായിരുന്നു വഖാർ ഉസ്മാൻ ചെയ്തത്. കഴിഞ്ഞ ഫെബ്രുവരി 25 അദ്ദേഹം ചില കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞു. ബംഗ്ലാദേശിൻ്റെ സ്ഥിതി ഒട്ടും സുരക്ഷിതമല്ല. ആഭ്യന്തര കലഹം എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാം. രാജ്യത്തെ ഏറ്റുമുട്ടലുകൾ ഉടൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ സമ്പൂർണ്ണ തകർച്ചയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുമെന്ന് വഖാർ ഉസ്മാൻ രാജ്യത്തെ ഓർമ്മപ്പെടുത്തി. യൂനുസ് സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിൽ അരാജകത്വമാണ് എന്ന് പറയാതെ പറയുകയായിരുന്നു കരസേനാ മേധാവി. മറുവശത്ത് ന്യൂനപക്ഷ പീഡനം, പ്രത്യേകിച്ച് ഹൈന്ദവ സമുദായങ്ങളെ തെരഞ്ഞുപിടിച്ചുള്ള ആക്രമണം, ഇതൊക്കെ ബംഗ്ലാദേശിൻ്റെ സ്ഥിരത പൂർണ്ണമായി തകർത്തു കളയുമെന്ന് വഖാർ ഉസ്മാൻ വാദിച്ചു. പാകിസ്ഥാൻ്റെ ISI വളരെ ചടുലമായി പ്രവർത്തിച്ചു. വഖാർ ഉസ്മാനെതിരെ സൈനിക തലത്തിൽ ചില മേധാവികളെ അവർ ഒരുമിപ്പിച്ചു. ക്വാർട്ടർ മാസ്റ്റർ ജനറലായ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് ഫൈസൂർ റഹ്മാനായിരുന്നു ഇത്തരം ഗൂഢാലോചനയ്ക്ക് പിന്നിൽ. പാകിസ്ഥാനുമായി അയാൾ പലവട്ടം ചർച്ചകൾ നടത്തി. കഴിഞ്ഞ ഒക്ടോബറിൽ ഫൈസൂറിനെ ഇൻ്റലിജൻസിൻ്റെ തലപ്പത്ത് നിന്ന് മാറ്റിയിരുന്നു വഖാർ ഉസ്മാൻ. ഏതുവിധേനയും വഖാറിനെ സൈനിക മേധാവി എന്ന തലത്തിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന് പാകിസ്ഥാൻ നിശ്ചയിച്ചു. ഇക്കാര്യം മുഹമ്മദ് യൂനുസുമായി പാകിസ്ഥാൻ പലവട്ടം ചർച്ച ചെയ്തു. ബംഗ്ലാദേശുമായുള്ള പാകിസ്ഥാൻ്റെ സൈനിക സഹകരണത്തിന് മുഖ്യ തടസ്സം
വഖാറിൻ്റെ നിലപാടുകളാണ് എന്ന് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഭരണകൂടത്തെ കൃത്യമായി ധരിപ്പിച്ചു. ഇത്തരമൊരു നീക്കത്തിന് ചൈനയുടെ പിന്തുണയും പാകിസ്ഥാൻ ഉറപ്പിച്ചിരുന്നു. ഇന്ത്യയെ തളയ്ക്കുകയാണ് പാകിസ്ഥാൻ്റെ ലക്ഷ്യം. ബംഗ്ലാദേശിൽ തങ്ങളുടെ ഒരു പാവ കരസേനാ മേധാവിയെ പ്രതിഷ്ഠിച്ച് ഇന്ത്യക്കെതിരെ അവരെ തിരിക്കുക. ഇന്ത്യക്ക് അനുകൂല മനോഭാവം പുലർത്തുന്ന വഖാർ ഉസ്മാനെ അതുകൊണ്ട് തന്നെ അട്ടിമറിക്കണം എന്ന ഫോർമുല അവിടെ ഉരുത്തിരിഞ്ഞു. ഇക്കഴിഞ്ഞ ജനുവരിയിൽ വഖാർ ഉസ്മാനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ ആസൂത്രിതമായി നടന്നു. ജനുവരി 21-ന് പാക് ചാരസംഘടനയായ ISIയുടെ മേധാവി അസീം മാലിക് ബംഗ്ലാദേശ് സന്ദർശിച്ചു. ഈ സന്ദർശനത്തിന് മുൻകൈയെടുത്തത് ഫൈസൂർ റഹ്മാൻ. അതിന് തൊട്ടു മുൻപ് ലഫ്റ്റനന്റ് ജനറൽ SM കമ്രുൽ ഹസന്റെ നേതൃത്വത്തിലുള്ള ഒരു സൈനിക പ്രതിനിധി സംഘം പാകിസ്ഥാൻ സന്ദർശിച്ചു. ഈ പ്രതിനിധി സംഘം തിരിച്ചെത്തിയപ്പോൾ വഖാർ ഉസ്മാൻ എന്തൊക്കെ ചർച്ചകളാണ് പാകിസ്ഥാനിൽ നടന്നത് എന്ന കാര്യം തിരക്കി. എന്നാൽ പ്രതിനിധി സംഘം വഖാർ ഉസ്മാനുമായി ഒരുവിധ കാര്യങ്ങളും പങ്കിട്ടില്ല. കാര്യങ്ങൾ നേരിട്ട് മുഹമ്മദ് യൂനുസുമായി ഞങ്ങൾ പങ്കുവെച്ചോളാം എന്നായിരുന്നു കരസേനാ മേധാവിയോട് അവർ പറഞ്ഞത്. റഹ്മാനെ പട്ടാളത്തലവനാക്കുന്നത് സംബന്ധിച്ച് പാകിസ്ഥാൻ തീരുമാനം ഏതുവിധേനയും നടപ്പിലാക്കാൻ ചില നീക്കങ്ങൾ പിന്നീട് ബംഗ്ലാദേശിൽ ഉടലെടുത്തു. പാക് സൈനിക മേധാവി തലങ്ങളിൽ അസംതൃപ്തരായ ചിലരെ അവർ ഒരുമിച്ച് ചേർത്തു. സ്ഥാനക്കയറ്റം പോലുള്ള പല അസംതൃപ്തിയും സൈന്യത്തിനിടയിലുണ്ടായിരുന്നു. അത്തരത്തിൽ അസംതൃപ്തരായ കുറേ സൈനിക മേധാവികളെയും സൈനിക ഉന്നത ഉദ്യോഗസ്ഥരെയും അവർ ബുദ്ധിപരമായി ഏകോപിപ്പിച്ചു. തുടർന്ന് വിദ്യാർത്ഥി പ്രക്ഷോഭ നേതാക്കളുമായും മുഹമ്മദ് യൂനുസിൻ്റെ വിശ്വസ്തരുമായും പാകിസ്ഥാൻ ISI ചർച്ച നടത്തി. കര നാവിക വ്യോമസേനകളിൽ നിന്ന് വേണ്ടത്ര പിന്തുണ സമാഹരിക്കാൻ ഫൈസൂറിനോട് ഇതിനകം മുഹമ്മദ് യൂനുസ് ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് മുഹമ്മദ് യൂനുസ് ചില രഹസ്യ യോഗങ്ങൾ സംഘടിപ്പിച്ചു. എന്നാൽ വഖാർ ഉസ്മാനോട് വളരെ അനുകൂല മനോഭാവമുള്ള നിരവധി ഉന്നത ഉദ്യോഗസ്ഥർ സൈന്യത്തിലുണ്ട്. അവർ ഈ വിവരം പൂർണ്ണമായി വഖാർ ഉസ്മാനെ ധരിപ്പിച്ചു. ജനുവരിയിൽ ആരംഭിച്ച ഗൂഢാലോചന തുടർന്ന് ഫെബ്രുവരിയോടെ അതിൻ്റെ വിശദാംശങ്ങൾ ഇന്ത്യയുടെ റോ ശേഖരിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ ഏതുവിധേനയും വഖാർ ഉസ്മാനെ ധരിപ്പിക്കണം. എന്നാൽ ബംഗ്ലാദേശിൻ്റെ സ്ഥിതിഗതികൾ അത്ര ഭദ്രമല്ല. ISI ഉദ്യോഗസ്ഥരും ബംഗ്ലാദേശി സൈനിക ഉദ്യോഗസ്ഥരും തമ്മിലുള്ള യോഗങ്ങളെക്കുറിച്ചും അവർ തമ്മിലുള്ള ചർച്ചകളെക്കുറിച്ചുള്ള വിശദാംശങ്ങളുമൊക്കെ റോ ശേഖരിച്ചു. ഈ പട്ടാള അട്ടിമറിക്ക് ചില സാമ്പത്തിക സഹായങ്ങളും ഇതിനിടയിൽ ISI ബംഗ്ലാദേശിൽ എത്തിച്ചു. ബംഗ്ലാദേശ് പെട്ടെന്ന് അസ്ഥിരമായാൽ അത് ഇന്ത്യക്ക് കൂടുതൽ വിപത്താകുമെന്ന് മനസ്സിലാക്കിയ റോ സ്ഥിതിഗതികളുടെ ഗൗരവം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ ധരിപ്പിച്ചു. തുടർന്ന് വളരെ ബുദ്ധിപരമായ നീക്കമാണ് ഇന്ത്യ നടത്തിയത്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി കൂടുതൽ സുരക്ഷയുള്ളതാക്കി മാറ്റി. അന്താരാഷ്ട്ര തലത്തിൽ ഒരു നയതന്ത്ര ഇടപെടലിലൂടെ ഇന്ത്യ ചില നിർണായക നീക്കങ്ങൾക്ക് തുടക്കമിട്ടു. അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, ദക്ഷിണേഷ്യയിലെ പ്രമുഖ രാജ്യങ്ങൾ എന്നിവയുമായി ഇന്ത്യ ബന്ധപ്പെട്ടു. പാകിസ്ഥാനെ അനുകൂലിക്കുന്ന ബംഗ്ലാദേശ് കരസേനാ മേധാവി ഇന്ത്യക്ക് മാത്രമല്ല അപകടമാകുന്നത്, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് വലിയ വിപത്താകുമെന്ന് ഇന്ത്യ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി. മേഖലയിൽ പാകിസ്ഥാന് ശക്തി വർദ്ധിക്കുന്നത് ഈ മേഖലയിൽ ഭീകരതയ്ക്ക് കൂടുതൽ സ്ഥാനം കൈവരുത്താൻ ഇടവരും എന്നും ഇന്ത്യ ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി. ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ പിടിമുറുക്കുന്നത് അമേരിക്കൻ താൽപ്പര്യങ്ങളെ ഹനിക്കുമെന്ന് ഇന്ത്യ കൃത്യമായി അമേരിക്കയെ പറഞ്ഞു മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ബംഗ്ലാദേശിൽ സൈനിക അട്ടിമറി നടക്കരുത് എന്ന് ഇന്ത്യ ശഠിച്ചു. ഇതിനോട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പൂർണ്ണമായി യോജിച്ചു. തുടർന്ന് അമേരിക്ക നാറ്റോയിലെ തങ്ങളുടെ പങ്കാളി രാജ്യങ്ങളെ ഈ വിവരം അറിയിച്ചു. ബംഗ്ലാദേശിൽ ഒരു സൈനിക അട്ടിമറി നടക്കാൻ പാടില്ല. വിവരങ്ങൾ വഖാർ ഉസ്മാനെ വ്യക്തമായി ധരിപ്പിക്കണം. എന്നാൽ ഇന്ത്യയുടെ റോ ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹവുമായി സംസാരിക്കാനുള്ള സാഹചര്യമില്ല. ബംഗ്ലാദേശിൽ നിന്ന് ആരോടെങ്കിലും അദ്ദേഹം സ്വതന്ത്രമായി സംസാരിക്കാൻ ശ്രമിച്ചാൽ അത് അപകടമാകും എന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് ബോധ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ ആശയവിനിമയങ്ങളും ചോർത്തപ്പെടുന്നുവെന്ന കൃത്യമായ ധാരണ ഇന്ത്യക്കുണ്ട്. അമേരിക്കയിലെ സുരക്ഷാ ഇൻ്റലിജൻസ് വിഭാഗത്തിലെ ഉന്നതനുമായി സംസാരിക്കാനുള്ള ഒരു അവസരം ഇന്ത്യ സൃഷ്ടിച്ചെടുത്തു. എന്നാൽ അതും യാഥാർത്ഥ്യമായില്ല. ബംഗ്ലാദേശി ടെലികോമിൻ്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെയും ഒക്കെ തലപ്പത്ത് വഖാറിൻ്റെ ശത്രുക്കളാണ്. കൃത്യമായി എല്ലാ ആശയവിനിമയവും ചോർത്തി അവർ എതിർപ്പാളയത്തിലെത്തിക്കും. ഒടുവിൽ ഇന്ത്യ തന്ത്രപരമായി ഒരു സ്കെച്ചിട്ടു. ഇന്ത്യയുടെ നിർദ്ദേശമനുസരിച്ച് വഖാർ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലേക്ക് പോയി. അതും മാർച്ച് 3-ാം തീയതി.
ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലന സേനയിലെ ബംഗ്ലാദേശി ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര. എന്നാൽ ആ യാത്രയുടെ മറവിൽ ഇന്ത്യയുടെ റോ ഉദ്യോഗസ്ഥർക്ക് വേണ്ട വിവരങ്ങളൊക്കെ അദ്ദേഹവുമായി പങ്കുവയ്ക്കാനുള്ള സാഹചര്യവും ഒരുക്കണം. തുടർന്ന് അമേരിക്കൻ പ്രതിനിധി അദ്ദേഹവുമായി രഹസ്യ ചർച്ച നടത്തി. വൈകാതെ ഗൂഢാലോചനയുടെ പൂർണ്ണ വിവരങ്ങൾ വഖാറിന് ലഭിച്ചു. തൊട്ടിപ്പുറത്ത് ബംഗ്ലാദേശിലെ ശത്രുക്കൾ വഖാറിൻ്റെ യാത്രയുടെ ഗൂഢലക്ഷ്യം മനസ്സിലാക്കി. ഉസ്മാൻ്റെ വിദേശയാത്രയുടെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കിയ അവർ തന്ത്രപരമായ ഒരു കെണിയൊരുക്കി. മാർച്ച് 6-ാം തീയതി ബംഗ്ലാദേശിലേക്ക് അദ്ദേഹം തിരികെ വരുമ്പോൾ നേരെ അറസ്റ്റ് ചെയ്ത് അകത്തിടുക. എന്നാൽ ബംഗ്ലാദേശിലേക്ക് തിരിക്കുന്നതിന് മുൻപ് ഇന്ത്യയുടെ കൃത്യമായ മുന്നറിയിപ്പ് വഖാർ ഉസ്മാന് ലഭിക്കുന്നു. വഖാർ വിമാനമിറങ്ങേണ്ടത് ധാക്ക വിമാനത്താവളത്തിലായിരിക്കരുത്, അതിനടുത്തുള്ള തേജ്ഗാവ് വ്യോമസേന താവളത്തിലായിരിക്കണം ചെന്നിറങ്ങേണ്ടത് എന്ന് ഇന്ത്യ നിഷ്കർഷിച്ചു. അവിടെ സൈനിക മേധാവിയെ സ്വീകരിക്കാൻ അദ്ദേഹത്തോട് കൂറുള്ള സൈനിക വിഭാഗത്തെ അണിനിരത്തണം. വളരെ സുരക്ഷയോടെ തൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്യണം. തൻ്റെ ഏറ്റവും വിശ്വസ്തരായ സൈനിക വിഭാഗത്തെ വിളിച്ചു വരുത്തി അവർക്കൊപ്പം ധാക്ക കൻ്റോൺമെൻറ്റിലെ തൻ്റെ ഓഫീസിലേക്ക് അദ്ദേഹം പോയി. തുടർന്ന് മുതിർന്ന സൈനിക ഓഫീസർമാരുമായി അദ്ദേഹം സംസാരിച്ചു. നാവിക വ്യോമസേന മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തി. കരസേനയിലെ രണ്ടാമനായ പ്രിൻസിപ്പൽ സ്റ്റാഫ് ഓഫീസർ കമ്രുൽ ഹസനെ അദ്ദേഹം തന്ത്രപരമായി ഒപ്പം നിർത്തി. തുടർന്നായിരുന്നു ശത്രുപക്ഷത്തെ പ്രമുഖനെ വീട്ടുതടങ്കലിലേക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂറുള്ള സൈനിക വിഭാഗം പിടിച്ചെടുത്ത് അകത്താക്കിയത്. ഭാവിയിലും ഇത്തരം അട്ടിമറി ശ്രമങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് വഖാറിനെ ഇന്ത്യ ഓർമ്മപ്പെടുത്തി. ഏതെങ്കിലും വിധത്തിൽ ഇനി സൈനിക മേധാവിയെ പുറത്താക്കാനുള്ള നീക്കം നടന്നാൽ ബംഗ്ലാദേശിൻ്റെ അധികാരം പിടിക്കുന്നതടക്കമുള്ള നീക്കങ്ങൾക്ക് ഇന്ത്യ പൂർണ്ണ പിന്തുണയും വാഗ്ദാനം ചെയ്തു. ഇന്ത്യക്ക് ഇപ്പോൾ തന്നെ അതിർത്തിയിൽ 2 ശത്രുക്കളുണ്ട്. ഒരു വശത്ത് ചൈന, മറുവശത്ത് പാകിസ്ഥാൻ. ഇനി ബംഗ്ലാദേശ് എന്നൊരു ശത്രു രാജ്യത്തെ കൂടി സൃഷ്ടിക്കാൻ ഇന്ത്യ താൽപ്പര്യപ്പെടുന്നില്ല. ബംഗ്ലാദേശ് സൈന്യത്തിനുള്ളിൽ സംഭവിച്ച ഈ അധികാര തർക്കം രാജ്യത്തുടനീളം വലിയ തരംഗങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. രാജ്യം ബാഹ്യസ്വാധീനത്തിന് കീഴിലാവുന്നുവെന്ന് ചിലർ അപായ സൂചനകൾ നൽകുന്നു. ബംഗ്ലാദേശ് സുരക്ഷിതമായ കൈകളിൽ കാണാനുള്ള ആഗ്രഹം ജനറൽ സമാൻ പരസ്യമായി പറഞ്ഞു. സ്ഥിതി മെച്ചപ്പെട്ടില്ലെങ്കിൽ സൈനിക നിയന്ത്രണം ഒരു ഓപ്ഷനായിരിക്കുമെന്ന സൂചനകൾ ബംഗ്ലാദേശ് സൈനിക മേധാവികൾ തന്നെ നൽകുന്നു. ബംഗ്ലാദേശിൻ്റെ കാര്യങ്ങൾ ഇത്രയേറെ സങ്കീർണമാക്കിയത് ISI മേധാവി ലഫ്റ്റനന്റ് ജനറൽ അസീം മാലിക്കിൻ്റെ നീക്കങ്ങൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ധാക്ക സന്ദർശനം തന്നെയാണ് കാര്യങ്ങൾ ഇത്രമേൽ കീഴ്മേൽ മറിച്ചത്. പതിറ്റാണ്ടുകൾക്ക് ശേഷമുള്ള ആദ്യ ISI മേധാവിയുടെ സന്ദർശനമായിരുന്നു അത്. അതാവട്ടെ ബംഗ്ലാദേശിന് ഒരിക്കലും മറക്കാത്ത മുറിപ്പാടുകൾ സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു. അവാമി ലീഗിനോട് വിശ്വസ്തതയുള്ളവരും ഇസ്ലാമിക വിഭാഗങ്ങളുമായി സഖ്യമുണ്ടാക്കുന്നവരുമായി വിഭജിക്കപ്പെടുന്ന ബംഗ്ലാദേശ് സൈന്യത്തിനുള്ളിലെ ഭിന്നതകൾ അത് രാജ്യത്തെ അസ്ഥിരപ്പെടുമെന്ന വാസ്തവം അവർക്ക് മുന്നിലുണ്ട്. ബംഗ്ലാദേശ് ആർമിയുടെ ക്വാർട്ടർ മാസ്റ്റർ ജനറലായ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് ഫൈസുർ റഹ്മാനുമായുള്ള ലഫ്റ്റനന്റ് ജനറൽ മാലിക്കിൻ്റെ കൂടിക്കാഴ്ചയാണ് ഇത്രയധികം പ്രശ്നങ്ങൾ സങ്കീർണമാക്കിയത്. ബംഗ്ലാദേശിൽ തങ്ങൾക്കിഷ്ടമുള്ള പ്രോക്സികളെ വളർത്തിയെടുക്കാനുള്ള പാകിസ്ഥാൻ്റെ നീക്കം ഇന്ത്യയുടെ റോ തകർത്തെറിഞ്ഞ ഏറ്റവും ശ്രദ്ധേയമായ വാർത്ത. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.